ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ പോക്കറ്റ് വെജിറ്റബിൾ ഷവർമയാണ് ഉണ്ടാക്കുന്നത്. ഷവർമയുടെ അതേ ടേസ്റ്റിൽ. അപ്പോൾ അതിനാവശ്യമുള്ള ബ്രെഡ് ഞാനിവിടെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനതിലേക്ക് കാബേജ് ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സവാളയും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് വെച്ചിട്ടുണ്ട്. 2 കോഴിമുട്ട നമ്മളിതുപോലെ ഉപ്പിട്ടിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു 4-5 മണി കുരുമുളകാണ്. അപ്പോൾ നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ കിട്ടിയില്ല. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് വേണ്ട മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു തവ വെച്ച് കൊടുത്തിട്ട് അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2 ബ്രെഡ് ഇതുപോലെ ഒരുമിച്ച് കോഴിമുട്ടയുടെ മിക്സിൽ ഇതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇത് ബ്രെഡ് ക്രംസിൽ ഇതുപോലെ ഒന്ന് 4 പുറത്തും മേലേക്ക് ഒന്ന് ഇതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 4 പുറത്തും നന്നായിട്ട് മസ്റ്റായിട്ടും ചെയ്യണം. നടുവിലൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മുടെ തവ ചൂടായതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ റെഡിയാക്കിയെടുത്ത ബ്രെഡിൽ നിന്ന് ഈ തവയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക എല്ലാതും. ഇനി നമുക്ക് താഴ്ഭാഗം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതുപോലെ മറിച്ചിടാം. നന്നായിട്ടൊന്ന് മൂത്ത്, എത്ര ആയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. നമുക്കിത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടി. അപ്പോൾ ഒരു നല്ല ബ്രൗൺ കളർ മുകളിലൊക്കെ ആയി. അപ്പോൾ ഇതുപോലെ തന്നെ ആവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡൊക്കെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് മൊത്തത്തിലൊന്ന് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പച്ചതൊക്കെ പോകുന്ന വിധത്തിൽ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഞാനതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി അരിഞ്ഞതാണ്, അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അതിന് ശേഷം ഞാനിത് വാങ്ങി വെച്ചതിന് ശേഷം ഇതിലേക്ക് മയോണൈസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മയോണൈസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ നന്നായി മിക്സാക്കിയിട്ട് ഒരു ലേശം ചിക്കൻ മസാല ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് എല്ലാതും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് എടുത്ത് കട്ട് ചെയ്ത് അത് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ വെജിറ്റബിൾ മയോണൈസ് ഫില്ലിങ് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. ഞാൻ എല്ലാതും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോക്കറ്റ് ഷവർമയുടെ അതേ ടേസ്റ്റിൽ കിട്ടുന്ന ചിക്കൻ ഇട്ടിട്ടില്ലാത്ത വെജിറ്റബിൾസ് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത്